സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ തീരെ ഉറങ്ങാതിരിക്കും, ഒന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കും. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് പകരം ഇനി എന്തെന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഭക്ഷണശീലങ്ങളിലോ ഞാൻ എൻ്റെ ഉറക്കിലോ ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ടൈം ചെലവഴിക്കുന്നതിലോ ഒന്നും ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, കുറേ നേരം ഉറങ്ങാതിരിക്കുക, പ്രോപ്പറായിട്ട് സ്ലീപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കുറേ സമയം ഓഫീസിലിരിക്കാനും കുറേ സമയം വർക്ക് ചെയ്യാനും നോക്കും, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക. കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ നിങ്ങൾ വർക്കിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ കുറച്ച് സമയം ഓഫൊക്കെ എടുത്ത് ഒരു 2 minutes ബ്രേക്ക് പോലെ എടുത്ത് ഒന്ന് നടന്നു വരിക, വെള്ളം കുടിച്ച് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഇതും ചെയ്തിട്ട് ഇപ്പോൾ യൂഷ്വലി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2-3 ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ ഓക്കെ ആവാറുണ്ട്. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളതൊരു പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കണം. ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കലാകാലങ്ങളായിട്ട് മനസ്സിൽ കൂടി വരുന്ന സ്ട്രെസ്സുകളാണ് പല ഡിസോർഡറുകളായിട്ടും പല ട്രോമകളായിട്ടും പല ബുദ്ധിമുട്ടുകളായിട്ടും ആൾക്കാരെ കാലാകാലങ്ങളായിട്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത്.